ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കായംകുളത്താണ് കേട്ടോ. ഞങ്ങളിപ്പം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. കുറച്ച് കഴിയുമ്പം പോകുന്നല്ല, ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അന്നത്തെ ഫുൾ ഡേ എല്ലാം കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് വൈകിട്ട് അങ്ങ് പോകും. ഓക്കെ, അപ്പം ഞങ്ങളിവിടെ വന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ രണ്ടാരും കൂടെ. അപ്പം എൻ്റെ ബ്രദർ, അറിയാമല്ലോ, ഇതെല്ലാവർക്കും അറിയാം, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയാം ഇത് എൻ്റെ ബ്രദറാണെന്ന്. അപ്പോൾ അവനൊരു ഫ്രെയിം മേടിച്ചുകൊണ്ട് വന്ന് അത് ഞങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുക കേട്ടോ. ഭയങ്കര കുറുമ്പനാണ് അവൻ. നമ്മൾ അടുത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ ചുരണ്ടി ഇരിക്കും. ചിലപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വരും കേട്ടോ. ഹസ്ബൻഡിനെ ആയാലും ചുരണ്ടി ഇരിക്കും. എന്നോടാണെങ്കിൽ ഇത് തന്നെ. എന്നോട് അങ്ങനെ ആണോ അങ്ങനെ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിനോടും അവൻ, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിങ്ങനെ എന്തൊക്കെയോ തമാശ പറയുകയൊക്കെ ചെയ്ത് ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ നാളായി വീട്ടിലോട്ട് വന്നിട്ട്. അപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ അളിയനും കൂടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ജീസസിൻ്റെ മുമ്പിലുള്ള ഇതാണ്ട് ഈ ഇരിക്കുന്ന പൂവില്ലേ, അതൊന്നും കത്തുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് രണ്ടാളും കൂടെ അവിടെ എന്തോ ചെയ്യുവാണ്. അപ്പം ഞാൻ പതിയെ ഇരുന്ന് വീഡിയോ പിടിക്കാൻ തുടങ്ങി. അവർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് വീഡിയോ പിടിക്കാമെന്ന് തോന്നിയത്. അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലവേഴ്സ് കത്തുന്നില്ല. അതിപ്പോൾ അതിൻ്റെ എന്തോ ഒരു ലൈറ്റനിങ്ങോ സംതിങ് നോക്കൂ അവർ. അപ്പം ഞങ്ങളുടെ മമ്മി ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴും മമ്മിയെ മിസ് ചെയ്യുകയാണ്. ഓരോ മൊമെൻറ്റിലും മമ്മിയെ മിസ് ചെയ്യുകയാണ്. കാരണം എല്ലാം മമ്മിയുടെ കൈകളില്ലാതെ, പ്രത്യേകിച്ചും ജീസസിൻ്റെ അവിടെയൊക്കെ എപ്പോഴും മമ്മി ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ ബ്രദറും സെയിം കേട്ടോ, സെയിം ക്യാരക്ടർ. അവനും എപ്പോഴും നമ്മുടെ വീടെല്ലാം ക്ലീൻ ചെയ്ത്, ജീസസിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ എപ്പോഴും ഡെക്കറേറ്റ് ചെയ്ത് ഓരോ പ്രാവശ്യം ഓരോ സൈസ് ഫ്ലവേഴ്സ് ആയിരിക്കും അവൻ വെക്കുന്നത്. എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ എനിക്കിഷ്ടമാണെന്ന് പറയുന്ന ഫ്ലവേഴ്സ് ആണെങ്കിലേ ഉള്ളൂ ഒന്നും കൂടെ ഒന്ന് വെക്കുന്നതൊക്കെ, അല്ലെങ്കിൽ അവൻ അങ്ങനെ തന്നെ മാറ്റിക്കൊണ്ടേ ഇരിക്കും എപ്പോഴും. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ലഞ്ച് പുറത്ത് പറഞ്ഞിട്ടുണ്ട്, കുഴിമന്തി പറഞ്ഞിട്ടുണ്ട്. അപ്പം കുഴിമന്തി വരുമ്പോഴത്തേന് നമുക്ക് ഇതൊക്കെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ചെയ്യാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ലഞ്ച് വന്ന് ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിക്കാൻ പോവുകയാണേ. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനെ, ഭക്ഷണം കഴിച്ചെന്ന് വെച്ചാൽ ഈ ഡെക്കറേഷൻ കഴിയുമ്പോഴത്തേനെ നമ്മുടെ കുഴിമന്തി ഇങ്ങെത്തും. കുഴിമന്തി എൻ്റെ ഫേവറേറ്റ് സാധനം. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പം കുഴിമന്തി വരുമ്പോഴത്തേനെ അളിയനും കൂടി ഇങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് ലൈറ്റിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. കുഴിമന്തി പിന്നെത്തി. കുഴിമന്തിയൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. കുഴിമന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അളിയന് ദാഹിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടേ മറ്റേ അളിയൻ ഓടിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നത്. ഇതൊക്കെ എൻ്റെ അമ്മ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എൻ്റെ ബ്രദറാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് പോകാൻ സമയമായിട്ടുണ്ട്. ഞങ്ങൾ പോകാൻ പോവുക. കാരണം എൻ്റെ മദറിലോ ഒറ്റയ്ക്കാണ് അവിടെ. അപ്പം രാത്രിയിലൊന്നും ഒറ്റയ്ക്ക് നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് വൈകുന്നേരമായി ഞങ്ങൾ പതിയെ ഇറങ്ങുവാണ് കേട്ടോ. വൈകുന്നേരം എന്ന് വെച്ചാൽ സന്ധ്യയാകാറായി. അപ്പോഴത്തേനെ ഞങ്ങൾ ഇറങ്ങുക. അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേനെ ഞങ്ങൾ യാത്ര അയക്കാൻ എപ്പോഴും മമ്മിയുടെ കാര്യം പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. മമ്മി സന്തോഷത്തോടെ അവിടെ ഒന്ന് നിൽക്കേണ്ടത്. ഇപ്പം എൻ്റെ ബ്രദർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ബ്രദർ ഞങ്ങളെ യാത്ര അയക്കാൻ വന്നേക്കും. അപ്പം ഗേറ്റൊക്കെ രണ്ടുപേരും കൂടെ വലിച്ച് തുറക്കുകയാണ് കേട്ടോ, ഞങ്ങൾക്ക് ഇറങ്ങാൻ സമയമായതുകൊണ്ട്. അപ്പം ഇനിയും ഞങ്ങൾ ഇതുപോലെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഓടി വരും. കാരണം ഇവിടെ ഞങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ മമ്മിയും കൊണ്ട് വരേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ എപ്പോഴും ചില സമയത്തൊക്കെ മമ്മി മൂഡ് ഔട്ടായിരിക്കും. അപ്പം മമ്മിയും കൊണ്ട് വരാൻ പറ്റത്തില്ല. അപ്പം പെട്ടെന്ന് ഞങ്ങൾ വന്നു പോകും. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ബ്രദർ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരുന്നെങ്കിൽ അവന് സങ്കടമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തിരിച്ച് നിരണത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം വണ്ടി ഇറക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സൊന്നും ഈ പ്രാവശ്യം വന്നില്ല. സാധാരണ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ 4 മക്കളാണ്, 3 സിസ്റ്റേഴ്സും 1 ബ്രദറുമാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സും വരാറുള്ളതാണ്. പക്ഷേ അവർക്കൊക്കെ ജോലിക്ക് പോകേണ്ടതെന്ന് പിന്നെ അവരുടേതായ എന്തൊക്കെയോ പ്രശ്നങ്ങളെല്ലാം അവർക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനും ഹസ്ബൻഡും മാത്രമേ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഞങ്ങളെപ്പം പോയാലും ഞങ്ങൾ 4 പേരും കൂടെ അന്ന് ഒന്നിച്ച് കൂടാറ്. പക്ഷേ ഈ പ്രാവശ്യം ഇല്ല. അപ്പം ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയായി ഞങ്ങളിപ്പം പുറത്തോട്ട് പോവുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ നെയ്ബർ സിനു മരിച്ച കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പം പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. ഹസ്ബൻഡ് വന്നില്ല. ഞാനും ബ്രദറും കൂടെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുക കേട്ടോ. അപ്പം പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും തരിക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണാൻ എൻ്റെ വീഡിയോസ് എല്ലാം കാണുക. അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്.
ആരെയും ഞാൻ വിടാതിരുന്നില്ല. എൻ്റെ സബ്സ്ക്രൈബർ എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് ചെയ്യാത്തവർക്കും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ആരെ കണ്ടാലും ഞാൻ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ലൈക്കും കമൻറ്റും ഒക്കെ തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. പിന്നെന്താ പറയുന്നത്, അപ്പം മഴയുടെയൊക്കെ ഒരു ചെറിയ ലുക്കായി വരുന്നുണ്ട് കേട്ടോ. അപ്പം മഴ വീഴുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെന്നാണ് ആഗ്രഹം. പക്ഷേ മഴയ്ക്ക് മുന്നേ എത്തുമോയെന്ന് അറിഞ്ഞുകൂടാ, ഇരുണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ പോവാണ്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എല്ലാവരും മറക്കാതെ എൻ്റെ വീഡിയോസ് എല്ലാം കാണണം കേട്ടോ. അപ്പം നിങ്ങളെ റെപ്പറ്റീഷൻ നടത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ഹോം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. God bless you all. Love you. അപ്പം പോട്ടെ, ബൈ.